ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ആഘോഷങ്ങളെല്ലാം തീർന്ന് കാണും. എല്ലാവരും ബാക്ക് ടു നോർമലായോ? എനിവേ, എനിക്ക് ബാക്ക് ടു നോർമൽ ആവണമല്ലേ? എനിക്ക് ഞാൻ തന്നെ ആകണമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മളെ പുതുവർഷത്തിൽ നമ്മൾ തന്നെ ആയിത്തീരുക. ഞാൻ എൻ്റെ തോട്ടാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് വേറൊരാളായിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലേ? നമ്മൾക്ക് നമ്മളായി തന്നെ ഇരുന്നാലേ പറ്റുള്ളൂ അല്ലേ? നമ്മൾ വേറൊരാളായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മളൊരു വ്യത്യസ്ത ആളായി മാറുന്നു അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അഭിനയിക്കേണ്ടി വരുന്നു. നമ്മൾ നാച്ചുറൽ അല്ലാതെ ആയിത്തീരുന്നു അല്ലയോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പുതുവർഷത്തിൽ നമ്മളെല്ലാവരും ശ്രമിക്കുക, നമ്മളായി തന്നെ ആയിത്തീരുക. അതായത് നമ്മുടെ നല്ല ഗുണങ്ങൾ, നമ്മുടെ നല്ല വശങ്ങൾ എല്ലാം പുറത്തു കൊണ്ടുവരിക. എന്നിട്ട് നമ്മളായി തന്നെ ജീവിക്കുക, നല്ലതുപോലെ ജീവിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ന് നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾ അത് തീർച്ചയായിട്ടും സന്തോഷത്തോടെ അനുഭവിച്ച് തീർക്കാൻ ശ്രമിക്കുക. കാര്യം നാളെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഇന്ന് കിട്ടുന്ന ആ കൊച്ചു സന്തോഷം തീർച്ചയായിട്ടും നമ്മളത് അനുഭവിക്കുക തന്നെ വേണം. ആ കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്ക് കൂടാതിരിക്കുക, പരസ്പരം ഫൈറ്റ് ചെയ്യാതിരിക്കുക. ഹസ്ബൻഡും വൈഫും ആയാലും മറ്റുള്ളവരുമായിട്ട് തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് ഫൈറ്റ് ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരാതിരിക്കുക. അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് കയറി വരാൻ. അതുപോലെ തന്നെ നല്ല സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് നല്ല സന്തോഷവും ആരോഗ്യവുമുള്ളൊരു ശരീരം വേണമല്ലേ? നമുക്ക് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഈ വർഷത്തിൽ തന്നെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം. നമുക്കിനി അത് തുടർന്നു പോകണ്ട എന്ന് വിചാരിക്കാം. അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരാളിനെ കാണുമ്പോൾ, അതാണായാലും പെണ്ണായാലും, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒന്ന് ചിരിക്കാൻ വലിയ പാടാണ് വേറൊരു വ്യക്തിയെ കാണുമ്പോൾ. എന്തുകൊണ്ട് നമുക്ക് ചിരിച്ചൂടാ? ഒരാളിനെ കാണുമ്പോൾ നല്ല സന്ദർഭമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ കാണുമ്പോൾ വിഷ് ചെയ്യുകയും ചിരിക്കുകയും ഒരു സ്മൈൽ കൊടുക്കുകയും ചെയ്യുക. അത് തന്നെ നമ്മളുടെ മുഖത്തെ എല്ലാ മസിൽസിനെയും വർക്ക് ചെയ്യിപ്പിക്കുകയും നമുക്കൊരു പ്രസരിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കാണുമല്ലേ? ഇത് രണ്ടും നമ്മൾ അനുഭവിച്ചാലേ പറ്റുള്ളൂ. നെഗറ്റീവ്സിനെ നെഗറ്റീവായി സ്വീകരിക്കുകയും പോസിറ്റീവിനെ പോസിറ്റീവായി സ്വീകരിക്കുകയും ചെയ്യുക. അതിനെ നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യാതിരിക്കുക. അതിനൊപ്പം ഒരു പോസിറ്റീവ് വരും. ആ പോസിറ്റീവിനെ കുറിച്ച് ചിന്തിച്ച് സന്തോഷവാനും സന്തോഷവതിയുമായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം തീർച്ചയായിട്ടും കരുതി വയ്ക്കുക. അതുപോലെ എക്സസൈസോ വോക്കിങ്ങോ സിംഗിങ്ങോ ഡാൻസിങ്ങോ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളെ ഹോബീസും ഇതിനോടൊപ്പം കൊണ്ടുപോകാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സന്തോഷവാനും സന്തോഷവതികളുമായി തീരാൻ തന്നെ നമ്മൾ ശ്രമിക്കുകയും വേണം. നമുക്കൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരിക്കുകയും വേണം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പി ആയിത്തീരുകയും ചെയ്യും. Thank you for watching and see you soon with another vlog. Till then, bye for now and take care. Bye bye. Keep smiling.